ഫ്രണ്ട്സ്, ലേ ലഡാക്കിലേക്കുള്ള ഏറ്റവും അതിശയിപ്പിക്കുന്ന ഞങ്ങളുടെ യാത്രയാണ് ഇനി അങ്ങോട്ടേക്ക്. കാർ സർവീസ് ചെയ്യേണ്ടതുകൊണ്ടും സാധനങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടുന്ന സമയമായതുകൊണ്ടും പുറത്തെടുത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ റീലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാലൊക്കെ റിക്കവർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ലേ ലഡാക്കിൽ റോഡിൽ ഞാൻ തന്നെ വണ്ടി എടുക്കേണ്ടി വന്നേനെ. അതിനുവേണ്ടി എന്തായാലും ഞാൻ എൻ്റെ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരുന്നു. എന്തൊക്കെയായാലും നാട്ടിലുള്ള ജസ്റ്റോയുടെ ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ മൂവ്മെൻറ്റ്സ് ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാതിരുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കാലൊക്കെ റിക്കവറായി കിട്ടിയത്. പിന്നെ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ 2 ദിവസം താമസിച്ചു കേട്ടോ. 800 കിലോമീറ്റർ ഒരു പഞ്ചറും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വന്നിരുന്നത്. ഇനിയുള്ള യാത്രയിൽ അത് ഇച്ചിരി നല്ല റിസ്ക് ആയതുകൊണ്ടാണ് അതങ്ങ് എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട്. പുഴയുടെ തീരത്തുള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. പുഴയുടെയും മലയുടെയും ഒക്കെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് ആരും പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയില്ല. എല്ലാവരും നേരെ പുഴയിലേക്കാണ് ഇറങ്ങിയത്. അവിടുന്ന് മതിയാവുന്ന അത്രയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് നോയൊക്കെ ഈ കല്ലിൻ്റെ മേലെ വലിഞ്ഞു കയറുന്നത് കേട്ടോ. ഓർമ്മയ്ക്കായിട്ട് കുട്ടികൾ പുഴയിൽ 2-3 കല്ലുകൂടി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ എന്തായാലും മറന്നില്ല. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. യാത്ര തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരുടെയും ഡൗട്ടായിരുന്നു ഇത്രയും ദിവസം കുട്ടികൾക്ക് ലീവ് കിട്ടുമെന്നുള്ളത്. ഈ യാത്രയിൽ കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ടും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നോളജ് ഇത്ര യാത്രകളിൽ നിന്ന് കിട്ടുമെന്ന് ഇവരുടെ പ്രിൻസിപ്പളിന് അറിയാവുന്നതുകൊണ്ടും കുട്ടികൾക്ക് ലീവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഒരു ബിരിയാണിക്ക് 400 രൂപ. അതുകൊണ്ട് എല്ലാവർക്കും കൂടി 2 ബിരിയാണി വാങ്ങിച്ചു. പിള്ളേർക്ക് ആവശ്യത്തിന് കൊടുത്തു. ബാക്കിയുള്ളതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള ഷെയറിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെയാണ് നമുക്ക് ഇത്രയും നീണ്ടുന്ന ഈ യാത്രയിൽ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു ഞങ്ങളെല്ലാവരും. എനിക്കാണെങ്കിൽ യാത്രയുടെ ഡെസ്റ്റിനേഷനേക്കാളും പ്രാധാന്യം അതുവരെയുള്ള കാഴ്ചകളും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന എക്സ്പീരിയൻസും ഒക്കെയാണ്. അങ്ങനെ സോനാമർഗിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുകാലത്ത് മഞ്ഞുകൂടി റോഡൊക്കെ ബ്ലോക്കായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇന്നലെ പോകാൻ പറ്റാത്ത ഹോഴ്സ് റൈഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത്. എന്തായാലും ചെന്ന് നോക്കാം. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഫാം ട്രെയിൽസ് എന്ന എൻ്റെ പേജ് ഫോളോ ചെയ്താലേ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അയ്യോ എടി നിന്റെ കുതിര എന്നെ തോണ്ടുന്നേ. Don't worry. കുതിര കല്ലിടി കൂടിയാണ്.